പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ വചന ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുക. അസ്ഥി സംബന്ധമായ രോഗത്താൽ വിഷമിക്കുന്ന പലരുമുണ്ട്. അപകടങ്ങളിൽ കൈകാലുകൾ ഒടിഞ്ഞവർ, വീണ് നട്ടലൊടിഞ്ഞവർ, അങ്ങനെ ഒത്തിരിയേറെ രോഗത്താൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. വചനം ശ്രവിക്കുവാൻ, സൗഖ്യപ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ നമുക്ക് നമ്മുടെ മനസ്സുകളെ ഒരുക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഇന്ന് ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും നിങ്ങളുടെ പരിശുദ്ധാത്മ ശക്തി അയക്കണമേ. രോഗത്താൽ വിഷമിക്കുന്നവരെ അങ്ങ് സൗഖ്യമാക്കണമേ. അസ്ഥി സംബന്ധമായ രോഗത്താൽ കഷ്ടത അനുഭവിക്കുന്നതിനെ മുഴുവൻ അങ്ങ് തുടരണമേ. യേശു ഞങ്ങളുടെ കരങ്ങളിലേക്ക് എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. നിയമാവർത്തന പുസ്തകത്തിൽ 7-ാം അധ്യായം 15-ാം വചനം, കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. കർത്താവ് സൗഖ്യം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പായിട്ടും അവിടെ നിങ്ങളെ സൗഖ്യമാക്കും. നമ്മുടെ ധ്യാനങ്ങളിൽ അനേകരെ കർത്താവ് സൗഖ്യമാക്കിയ സാക്ഷ്യങ്ങൾ എല്ലാ ആഴ്ചകളിലും നിങ്ങൾ കാണുന്നുണ്ട്. കർത്താവ് ചെയ്ത അത്ഭുത സൗഖ്യങ്ങളുടെ സാക്ഷ്യങ്ങൾ. ഈ അടുത്ത നാളിൽ ധ്യാനിക്കാൻ വന്ന ഒരു സഹോദരൻ ധ്യാനാവസരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു. ബൈക്ക് അപകടത്തിൽ തോളുകുത്തി വീണതാണ്. അങ്ങനെ ഇവിടുത്തെ ഈ ഷോൾഡർ അസ്ഥി ഒടിഞ്ഞു. കൈയൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടി വന്ന ഒരു മനുഷ്യൻ കർത്താവിൻ്റെ വചനം ശ്രവിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് തൻ്റെ സൗഖ്യത്തിൻ്റെ കരം ആ മകനെ വെച്ചു. ആ തോളൽ ഒടിഞ്ഞ് അകന്നുപോയ തോളലുകൾ കമ്പിയിട്ട് സ്ക്രൂ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന പ്രാർത്ഥന കഴിഞ്ഞു. യേശു ആ മകനെ തൊട്ട് കഴിഞ്ഞിരുന്നു. ഒടിഞ്ഞ് അകന്നുപോയ തോളലുകൾ യേശു കൂട്ടിച്ചേർത്തു. അസ്ഥികൾ അവിടെ പൂർണ്ണമായിട്ട് ജോയിൻ്റായി അത്ഭുത സൗഖ്യം കർത്താവ് ചെയ്യുക. നമുക്കിപ്പോൾ കർത്താവ് ചെയ്ത ഒരു അത്ഭുത സൗഖ്യത്തിൻ്റെ സാക്ഷ്യം കേൾക്കാം. ബൈക്കിൽ നിന്ന് വീണ് തോളൽ ഒടിഞ്ഞ ആ മകൻ്റെ സാക്ഷ്യം. അത് കേൾക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുക. അതോടൊപ്പം കർത്താവ് ചെയ്ത വലിയ 1-2 സാക്ഷ്യം കൂടി കേട്ട് നമുക്ക് ദൈവസന്നിധിയിൽ അത്ഭുതകരമായ ഒരു സൗഖ്യം നമ്മൾ നടക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. വിശ്വസിക്കുക. കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കാണുക. യേശു നിങ്ങളെ തൊടുവാൻ പോകുന്നു. യേശു നിങ്ങളുടെ ഒടിഞ്ഞ അസ്ഥികൾ കൂട്ടിച്ചേർക്കാൻ പോകുന്നു. നിങ്ങളുടെ ഒടിഞ്ഞ നട്ടല് കർത്താവ് കൂട്ടിച്ചേർക്കാൻ പോകുന്നു. ഒടിഞ്ഞ നട്ടലുമായിട്ട് കിടക്കുന്നവരെ കർത്താവ് ഇപ്പോൾ എഴുന്നേൽപ്പിച്ചു നടത്താൻ പോകുന്നു. ഹല്ലേലൂയ. വലിയ സാക്ഷ്യത്തിലേക്ക് നമുക്ക് വരാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. രമണൻ എന്നാണ് പേര്. സ്ഥലം കോയമ്പത്തൂരിൽ നിന്ന് ധ്യാനിക്കാനായിട്ട് വന്നതാണ്. ഹല്ലേലൂയ. കോയമ്പത്തൂര് എന്താ ജോലി ചെയ്യുന്നത്? കാർ വർക്ക്ഷോപ്പുണ്ട്. ഇതെന്ത് പറ്റുക? തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്ത് പറ്റുക? ബൈക്കിൽ നിന്ന് വീണ എന്ത് പറ്റി? എന്നിട്ട് ഷോൾഡർ എല്ലാം ഒടിഞ്ഞു. കൈ പൊക്കാനും പ്രയാസം. അഴിക്കട്ടെ. നോക്കുക, വാഹനാപകടത്തില് ഈ തോളല് ഒടിഞ്ഞതാണ്. പൊക്കിക്കുക. പോരാ. ജീസസ്
ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്. ജീസസ്. ഈ കയ്യടി പോരാ, കർത്താവിനൊരു ശക്തിയോടെ കരം ഉയർത്തിയൊന്ന് കൈയടിക്കാമോ? ജീസസ്, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈപൊക്കുമ്പോ വേദനയുണ്ടോ? യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൈപൊക്കിക്കേ. വേദനയുണ്ടോ? കൈയുയർത്തി സ്തുതിച്ചേ. യേശുവേ, യേശുവേ, ജീസസ്. ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മകനിലൂടെ ഒരു ദേശം ക്രിസ്തുവിനെ അറിയട്ടെ. പൊങ്ങട്ടെ, ഹല്ലേലൂയ, കൈ ഹല്ലേലൂയ. പൊങ്ങട്ടെ. കൈതാത്തെ, കൈതാത്തെ, കൈ പൊക്കിക്കേ. കൈതാത്തെ, പൊക്കിക്കേ. ഇപ്പൊ വേദനയുണ്ടോ? ഇപ്പൊ ഇല്ല. കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ജീസസ്. ഹല്ലേലൂയ. ഈ ഷോൾഡർ ഒടിഞ്ഞതാണ്, ഒടിഞ്ഞതാണ്. ആ, ഇവിടെ വേദനയുണ്ടോ? ഇപ്പം ഞാനിവിടെ തട്ടാൻ പോവാം. തൊള്ളത്തിൽ ചോദിച്ചു. കരമുയർത്തി അടിച്ചേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് കൈ പൊക്കി പിടിച്ച് ഓടാമോ? അങ്ങോട്ട് ഓടി കളിക്കാമോ? ഹല്ലേലൂയ. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. തിരിച്ചു വരാമോ? അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. സന്തോഷിച്ച്. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ക്രിസ്ത്യാനി ആണോ? അല്ല, ഹിന്ദുവാണ്. 12 വർഷമായിട്ട് യേശുവിനെ സ്നേഹിക്കുന്ന കുമ്പിടുന്ന വ്യക്തിയാണ്. യേശുവിനെ കുമ്പിടുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. സന്തോഷമായോ? നമ്മുടെ കർത്താവ് വലിയവനാണല്ലേ, അല്ലേ? ഹല്ലേലൂയ. റോമ 2:12 ദൈവത്തിന് മുഖം നോട്ടമില്ല. അവൻ ജാതി നോക്കുന്നില്ല, മതം നോക്കുന്നില്ല, നിറം നോക്കുന്നില്ല. യേശുവിന്റെ അടുക്കലേക്ക് ആര് വന്നാലും അവിടുത്തേക്ക് മുഖം നോട്ടമില്ല. യേശു മാനവരാശിയുടെ രക്ഷകനാ. യേശു മനുഷ്യവർഗത്തിന്റെ രക്ഷകനാ. യേശു സകലരുടെയും രക്ഷകനാ. യേശുവിന്റെ നാമത്തെ ആര് വിളിക്കുന്നോ, വിളിച്ചപേക്ഷിക്കുന്ന മുഴുവൻ പേരെയും അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിന്റെ മുൻപിലാണ് നാം ഇരിക്കുന്നത്. കരമടിച്ചു കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ലോകത്തിന്റെ ചരിത്രത്തെ രണ്ടായിട്ട് കീറിമുറിച്ചുകൊണ്ട് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനായിട്ട്, ലോകത്തിന്റെ രക്ഷകനായിട്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. യേശു ക്രിസ്തു മാത്രമാണ് ലോകത്തിന്റെ രക്ഷകൻ. അവനിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. മരിച്ച് അടക്കപ്പെട്ട് കല്ലറയെ പിളർത്തിക്കൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവൻ ഇവിടെയുണ്ട്. ജീസസ് ഈസ് ഹിയർ. അവൻ ഇവിടെയുണ്ട്. യേശു ഇവിടെയുണ്ട്. ഇവിടെ അത്ഭുതം നടക്കും, അടയാളങ്ങൾ നടക്കും. മരിച്ചവർ പോലും ഉയർക്കുന്ന ഒരു കാലം വരുന്നു. അത് സംഭവിക്കും. ഹല്ലേലൂയ. അത് നടക്കിവിടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷമായോ? ഹല്ലേലൂയ. ഒന്ന് കരഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ എല്ലാവരും. കർത്താവേ, ഞങ്ങളെല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. Praise the Lord. നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അവിടുന്ന് എത്രയോ വലിയവനാ. രോഗികളോട് കരുണ കാണിക്കുന്ന ദൈവം, രോഗികളോട് മനസ്സലിവ് കാണിക്കുന്ന ദൈവം. വചനത്തിൽ ഉറപ്പ് തരിക, രോഗങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. യേശു സൗഖ്യം നൽകുമെന്ന് ഹൃദയത്തിൽ നിങ്ങളിത് വിശ്വസിക്കുക.
നിങ്ങളുടെ അസ്ഥി സംബന്ധമായ രോഗം എന്തുമാവട്ടെ, വീണ് നട്ടലൊടിഞ്ഞത്, ആ ഒടിഞ്ഞ നട്ടല് കർത്താവിന് പുനഃസൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ഒടിഞ്ഞ കാലിൻ്റെ അസ്ഥികൾ, കൈയുടെ അസ്ഥികൾ എന്തുമാവട്ടെ, ഏത് അസ്ഥികളെയും കൂട്ടിച്ചേർക്കുവാൻ കർത്താവിന് സാധിക്കും. എസെക്കിയേൽ 37 അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് എസെക്കിയേൽ പ്രവാചകനെ അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക് കൊണ്ടുപോയി. പ്രവാചകനോട് പറയുകയാണ് ഈ അസ്ഥികളോട് പ്രസംഗിക്കുവാൻ. പ്രവാചകനെ ആ കൂടിക്കിടന്ന അസ്ഥികളുടെ ചുറ്റും നടത്തി. എന്നിട്ട് പ്രവാചക അസ്ഥികളോട് പ്രസംഗിക്കുക. പ്രവാചകൻ അസ്ഥികളോട് പ്രസംഗിച്ചു. എസെക്കിയേൽ 37:7 നാം വായിക്കുന്നു, അസ്ഥികൾ കൂടിച്ചേരുന്ന ഒരു കിരികിരാ ശബ്ദം കേട്ടുവന്നു. അസ്ഥികളോട് വചനം പറഞ്ഞപ്പോൾ അസ്ഥികൾ കൂടിച്ചേരുകയാ. ഒടിഞ്ഞ അസ്ഥികൾ കൂടിച്ചേരും, ഒടിഞ്ഞ നട്ടല് കൂടിച്ചേരും, പൊട്ടിയ അസ്ഥികൾ കൂടിച്ചേരും. കർത്താവ് തൊടും, അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കും. എൻ്റെ പേര് വിനോദ്, അട്ടപ്പാടി സഖിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്തുനിന്ന് വരുന്നു. ഒരു ബ്രദർ പറഞ്ഞിട്ടാണ് ഈ ധ്യാനത്തിൽ ഞാൻ കൂടുന്നത്. ഒരു 3 മാസം മുമ്പ് ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. 2-3 ദിവസം തുടർച്ചയായി വണ്ടി ഓടിച്ചു പോയി. ഒരു ദിവസം 3-ാമത്തെ ദിവസം ഉറക്കൊളിച്ച് രാത്രി വണ്ടി ഓടിച്ചൊരു 12:30 മണിയായപ്പം മുക്കാലിക്ക് അടുത്ത് ചുരം ഇറങ്ങുന്നതിന് മുമ്പ് ഉറക്കം വന്ന് വണ്ടി മറിഞ്ഞു. ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. വണ്ടിയിൽ പപ്പടം ഉണ്ടാക്കുന്ന മാവുണ്ടായിരുന്നു, സാധനം കൊണ്ട് പോവായിരുന്നു. സുഹൃത്തിന് ഒന്നും പറ്റിയില്ല, എൻ്റെ ശരീരത്തിന് ഒരു പോറലും പറ്റിയില്ല. ഒരാഴ്ച കഴിഞ്ഞ് വണ്ടിക്ക് കേടുപാടുകളുണ്ടായിരുന്നു. 10-30,000 രൂപയുടെ പണി ഉണ്ടായിരുന്നു. ഒരാഴ്ച എൻ്റെ വണ്ടി പണിക്ക് ഇരുത്തി. വേറെ സുഹൃത്തിൻ്റെ വണ്ടി വീണ്ടും എടുത്ത് ഓടിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ വണ്ടി മറിഞ്ഞു. എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് 1/2 കിലോമീറ്ററിനുള്ളിൽ വണ്ടി മറിഞ്ഞു. എൻ്റെ നടുവിൻ്റെ എല്ല് പൊട്ടി, നട്ടെല്ല് വലതുവശം. 10 വർഷം മുമ്പേ എനിക്ക് നടുവേദന ഉള്ളതായിരുന്നു. ഈ വീഴ്ചയിൽ എല്ല് പൊട്ടി. പിന്നെ കാലിൻ്റെ താഴ്ഭാഗത്തെ ചിരട്ട വരുന്നിടത്ത് കുറേ ഉള്ളിലോട്ട് പോയി. കാല് കുത്തുമ്പോൾ ചെറുതായിട്ട് വേദന ഉണ്ട്, എന്നാലും വേദന ഉണ്ട്. ഇവിടെ നട്ടെല്ല് പൊട്ടിയതാണോ? താഴ്ഭാഗത്തെ എല്ല് പൊട്ടുള്ളത്. താഴ്ഭാഗത്തെ നട്ടിലെ താഴ്ഭാഗത്തെ എല്ല് പൊട്ടിയ അവസ്ഥയിലാണ് ഈ സഹോദരന് അട്ടപ്പാടിയിൽ നിന്ന് ഇവിടെ ധ്യാനിക്കാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു സൗഖ്യം നൽകുവോ? എന്ത് പറയുന്നു? ഉറപ്പാണ്, സൗഖ്യമാക്കി ഇവിടുന്ന് വിടത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്കൊന്നുകൂടെ പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവേ സ്തോത്രം. യേശുവിന്റെ നാമത്തില് പൊട്ടിയ അസ്ഥികൾ കൂടിച്ചേരട്ടെ. യേശുവിന്റെ നാമത്തില് പൊട്ടിയ അസ്ഥികൾ കൂടിച്ചേരട്ടെ. കാല് ബലപ്പെടട്ടെ. പൊട്ടിയ കാലിന്റെ കണ്ണ് സൗഖ്യമാവട്ടെ. നടുവിന്റെ വേദന, നട്ടല് വേദന യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാവട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എവിടെയായിട്ടാ വേദന? ഫുൾ വേദനയായിരുന്നല്ലേ? കുനിഞ്ഞോ? യേശുവിന്റെ നാമത്തിൽ കുനിയട്ടെ. രണ്ട് കൈയും ഒരുപോലെ ഒന്ന് പൊക്കിയിട്ട് താത്തേ, താത്തേ, കുനിഞ്ഞു താത്തേ, കുനിഞ്ഞു താത്തേ. പൊങ്ങിക്ക്. കാലൊന്ന് വലിച്ചു കൊടുക്ക്. ആ, ധൈര്യമായിട്ട് ചെയ്തോ. കാലിന്റെ കണ്ണൊക്കെ എവിടെ ആയിരുന്നു പ്രയാസം? ആ കണ്ണെന്ന് കാണിച്ചേ. ഇവിടെ ആയിരുന്നു. ഞാനിവിടെ നിന്ന് യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ. കുഴത്തിരിച്ച്. ഇപ്പൊ ഇല്ല. ഇരുന്നെഴുന്നേറ്റെ. നടുവിൽ ബലം കൊടുത്തേ. എണീറ്റേ. എഴുന്നേറ്റെ. ഒന്ന് പൊങ്ങി ചാടിക്കേ.
ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഹാ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഓടിവാ, സ്പീഡിൽ ഓടിവാ, ഓടിവാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എനിക്ക് ഓടിയപ്പം താഴെ കാലിൻ്റെ കണ്ണയുടെ ഭാഗത്ത് ചെറുതായിട്ട് വേദന തോന്നിയിരുന്നു. പക്ഷെ നടുവിന് ഒരു വേദനയില്ല. ദൈവമേ നന്ദി. ദൈവമേ ഹല്ലേലൂയ. ഞാനിവിടെ വണ്ടി ആക്സിഡന്റ് ഉണ്ടായി. മൂന്നാഴ്ചയോളം സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. വായുടെ ഈ ഭാഗം മൊത്തം ചുണ്ടെല്ലാം ഉള്ളിലൊക്കെ സ്റ്റിച്ചായിരുന്നു. രണ്ടാമത് വണ്ടി പറഞ്ഞപ്പം ഈ സൈഡ് കണ്ണിൻ്റെ സൈഡും അവിടെ ഒരു പാട് വന്നു. ഇപ്പം വലത് സൈഡ് മൊത്തമായിട്ട് കൈയുടെ ഭാഗങ്ങളൊക്കെ വേറെ എവിടെ ഒരു കുഴപ്പമില്ല. പാടുകളൊക്കെ കുറേയൊക്കെ മാഞ്ഞു. വേറെ വേദനകൾ എവിടെയില്ല. നടുവിന് വേദന ഇല്ല. ഇപ്പം പൊട്ടിയ ഈ നട്ടല്ല ഈ ഭാഗത്ത് അങ്ങനെ വേദനയില്ല, ഒരു പ്രയാസവുമില്ല. കരമടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ദൈവസ്നേഹം വന്നിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. നട്ടില് അല്ല ഇവിടെ പൊട്ടി വീണ്ടിരിക്കുന്നു, കാലിന് കണ്ണയൊക്കെ തകർന്നിരിക്കുന്നു. നിമിഷ നേരം കൊണ്ടാണ് കർത്താവ് എല്ലാം പുനഃസൃഷ്ടിക്കുന്നത്. എത്ര വലിയ ദൈവത്തിന്റെ പ്രവൃത്തിയാണിത്. ചെറിയ കാര്യമൊന്നുമില്ല. ഞാൻ പറയും ഇത് വലിയ സൗഖ്യമാണ്. കാരണം ഓരോ വ്യക്തിയും ജീവിതത്തിൽ അനുഭവിക്കുന്ന രോഗപീഠകള്, സഹനങ്ങള്, വിഷമങ്ങള്, തകർച്ചകള്, സാമ്പത്തിക ഞെരുക്കങ്ങള് എല്ലാം മനസ്സിൽ ഏറ്റുവാങ്ങിയ കർത്താവിന്റെ അടുക്കൽ നിന്ന് വരുന്ന കർത്താവ് എന്നെ ഒന്ന് തൊടണം. യേശു അന്നേരം തൊടുകയാണ്. അവൻ കരുണയോടെ എല്ലാവരും തൊടും. നിങ്ങളുടെ കണ്ണുനീരിലേക്കും വേദനകളിലേക്കും കർത്താവ് സൗഖ്യദായകനായി കടന്നു വരും. ഉറപ്പാ. അനുഗ്രഹിക്കപ്പെടാതെ ആരും ഇവിടെ നിന്ന് മടങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഉറപ്പായിട്ടും കർത്താവ് അനുഗ്രഹിച്ചേ വിടത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ അട്ടപ്പാടി താവളം സഖ്യം ധ്യാന കേന്ദ്രത്തിന്റെ അടുത്തുനിന്നാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അവിടെ നല്ല ഒരു അച്ഛനുണ്ട്, ഫാദർ വട്ടായി. അദ്ദേഹത്തിന്റെ ധ്യാനം ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. പക്ഷെ അന്നൊന്നും വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ വണ്ടി മറിഞ്ഞപ്പോൾ ആദ്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടപ്പോൾ എനിക്ക് ദൈവം ഉണ്ടെന്ന് ഭയങ്കര വിശ്വാസം വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ബാബു ബ്രദർ എന്ന് പറഞ്ഞ ഒരു ബ്രദർ എന്നെ കണ്ടു പറഞ്ഞു, ഇന്നുമാതിരി സാബു ബ്രദറിന്റെ ധ്യാനം നടക്കുന്നുണ്ട്, ഞാൻ അതിനുള്ള ഏർപ്പാട് ചെയ്തു തരാം. അദ്ദേഹമാണ് ഇവിടെ വന്ന് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ദിവസം നിന്നിട്ടാണ് പോയത്. അദ്ദേഹത്തെ ഈ സമയം ഞാൻ ഓർത്ത് നന്ദി പറയുന്നു. കരമടിച്ചു നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. അത്ഭുതമായ സൗഖ്യത്തിന്റെ സാക്ഷ്യങ്ങൾ കണ്ട് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ഹൃദയമൊക്കെ ജ്വലിക്കുകയപ്പോൾ. നിങ്ങളുടെ ഒടിഞ്ഞ അസ്ഥികളുടെ ഭാഗം, കൈകളോ കാലുകളോ തോളല്ലോ വാരിയല്ലോ നട്ടല്ലോ എവിടെയുമാവട്ടെ, സാധിക്കുന്നവരൊക്കെ കൈകൾ വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സമീപത്തുള്ളവരെ ഇവിടെ പറഞ്ഞ് നിങ്ങളുടെ ആ ഭാഗത്തേക്ക് കരങ്ങൾ വെച്ച് യേശുവിൻ്റെ നാമത്തെ വിളിച്ച് ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ, ശക്തിയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒടിഞ്ഞ അസ്ഥികൾ കൂടിച്ചേരട്ടെ, ഒടിഞ്ഞ നട്ടല് കൂടിച്ചേരട്ടെ. യെശയ്യാ 58:11 കർത്താവിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, കർത്താവിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. ഒടിഞ്ഞ അസ്ഥികൾ കൂടിച്ചേരട്ടെ, പൊട്ടിയ നട്ടല് കൂടിച്ചേരട്ടെ, ഒടിഞ്ഞ കാലിന്റെ അസ്ഥികൾ കൂടിച്ചേരട്ടെ, തോളലുകൾ കൂടിച്ചേരട്ടെ, ഒടിഞ്ഞ കൈകളുടെ അസ്ഥികൾ കൂടിച്ചേരട്ടെ, കഴുത്തല്ലുകൾ കൂടിച്ചേരട്ടെ. യേശുവേ, ഞങ്ങളുടെ കരം വയ്ക്കണമേ. യോഹന്നാൻ 19:36 അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല. യേശു ക്രിസ്തുവിന്റെ അധികാരനാമത്തില് ഒടിഞ്ഞ അസ്ഥികളെ കൂടിച്ചേരട്ടെ, ഒടിഞ്ഞ നട്ടല് കൂടിച്ചേരട്ടെ. ഹല്ലേലൂയ. അസ്ഥികളുടെ മേല് കർത്താവിന്റെ വലിയ ശക്തി ഇപ്പോൾ കടന്നു പോവട്ടെ. ഹല്ലേലൂയ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. യെശയ്യാ 66:14 നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും, നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും. അസ്ഥികളുടെ മേല് യേശുവിന്റെ രക്തമൊഴുകട്ടെ. പരിശുദ്ധാത്മ ശക്തി
അസ്ഥികളുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. വീഴ്ചയില് തലക്കേറ്റ് പരിക്ക്, അതിലൂടെ തലയോട്ടി പൊട്ടിവിട തലയോട്ടികൾ യേശുവിന്റെ നാമത്തിൽ കൂടിച്ചേരട്ടെ. ഒടിഞ്ഞ കഴുത്തല് കൂടിച്ചേരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസ്ഥികൾ കൂടിച്ചേരട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരുണയുടെ കരമിക്കണമേ. യേശുവേ ദൈവപുത്ര, നിങ്ങളുടെ മുറിവിൽ നിന്ന് ശക്തി അയക്കണമേ. അസ്ഥി സംബന്ധമായ എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ. അസ്ഥിയെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ രോഗത്തെ ശാസിക്കുന്നു. സൗഖ്യമാവട്ടെ. അസ്ഥികളിലെ ക്യാൻസർ വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരുണയുടെ പിതാവേ, കരുണയുടെ കരം ഇപ്പോൾ വയ്ക്കണമേ. അസ്ഥികളിൽ ബാധിച്ച ക്യാൻസർ എന്നേക്കുമായിട്ട് വിട്ടുമാറട്ടെ. ഒടിഞ്ഞ അസ്ഥികൾ കൂടിച്ചേരട്ടെ. നട്ടലും ഡിസ്ക് നടുവൊക്കെ കൂടിച്ചേരട്ടെ. ഹല്ലേലൂയ. തേയ്മാനം സംഭവിച്ച് പൂർണ്ണമായിട്ട് ദ്രവിച്ച് മാറ്റിവെക്കണമെന്ന കാൽമുട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പുനഃസൃഷ്ടിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒടിഞ്ഞ വാരിയലുകൾ കൂടിച്ചേരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത അനേകായിരങ്ങളെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയാൽ നന്ദി പറയുന്നു. എല്ലാ മഹത്വം യേശുവിന്, എല്ലാ സ്തുതിയും യേശുവിന്. പരിശുദ്ധാത്മാവേ നന്ദി, യേശുവേ നന്ദി, പിതാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപകടത്തില് തലക്കേറ്റ ക്ഷതം, തലയോട്ടി പൊട്ടിയ ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നു. അത്ഭുതകരമായിട്ട് പൊട്ടിയ തലയോട്ടികൾ കൂടിച്ചേരുകയാണ്. ഹല്ലേലൂയ. കർത്താവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒടിഞ്ഞ കാലിന്റെ അസ്ഥികളെ കർത്താവ് കൂട്ടിച്ചേർക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഒടിഞ്ഞ വാരിയലുകളെ കർത്താവ് കൂട്ടിച്ചേർക്കുന്നു. ഹല്ലേലൂയ. അനേകം രോഗികളെ കർത്താവ് തന്റെ മുറിവേറ്റ കരം വെച്ച് തൊടുന്നു. അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നന്ദി പറഞ്ഞ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ മഹത്വം. ജ്വാലയാ റൂഹായി വരേണമേ. തീജ്വാലയാ റൂഹായി വരേണമേ. ആത്മാവിൽ നിറയേണമേ. അഭിഷേകം ചെയ്യണമേ. ആത്മാവിൽ നിറയേണമേ. അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ. അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ. അഭിഷേകം ചെയ്യണമേ.